ടാൻസാനിയയിലെ ഗൊറൻഗൊറോ ക്രേറ്ററിലെ ഹിപ്പോ പൂളിന് സമീപം നിൽക്കുകയാണ് ഞാൻ. നിരവധി സഫാരി വാഹനങ്ങളിൽ ടൂറിസ്റ്റുകൾ വന്ന് ഹിപ്പോ പൂളിന് ചുറ്റും കൂടിയിട്ടുണ്ട്. എല്ലാവരും ജീവിവൈവിധ്യത്തെ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ്. വന്യമൃഗങ്ങളുടെ യഥാർത്ഥമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൺസർവേഷൻ ഏരിയ എന്ന് പറയുമ്പോഴും ഇത് മനുഷ്യനിർമ്മിതമല്ലെന്നറിയണം. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ യഥാർത്ഥമായ ആവാസ വ്യവസ്ഥ. അവർ ഒരിടത്തൊരുമിച്ച് വസിക്കുന്നത് എങ്ങനെയെന്ന് സംസ്കാര സമ്പന്നരായ മനുഷ്യർ വന്ന് അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ്. മൃഗങ്ങളും പക്ഷികളും ഉരഗങ്ങളും ജലജീവികളും ഉഭയജീവികളും എല്ലാം ഉൾപ്പെട്ട വലിയൊരു സമൂഹം ഒരു ക്രേറ്ററിനകത്ത് എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഇവിടെ കാണാനാവുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ ജീവജാലങ്ങൾ പിന്തുടർന്നു വരുന്ന തനതായ ജീവിതശൈലി ഇവിടെ നിന്നും നേരിൽ കണ്ടറിയാം. മൃഗങ്ങളുടെ യഥാർത്ഥ ജീവിത സാഹചര്യമാണിത്. എത്രയോ തലമുറകളായി ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. മനുഷ്യൻ വളർത്തുന്ന പോത്ത് ജീവിക്കുന്നത് ഒരു കയറിന്റെ തുമ്പിലാണല്ലോ. മനുഷ്യൻ പഠിപ്പിച്ച ജോലികൾ അവന് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സ്വതന്ത്രമായൊരു ആവാസ വ്യവസ്ഥയിൽ ഇത്തരം മൃഗങ്ങളുടെ ജീവിതം മനുഷ്യന് പുതിയ അറിവുകൾ നൽകുന്നത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരോട് അസൂയ തോന്നിപ്പോകുന്നു. ഇഷ്ടമുള്ള പുല്ലു തിന്നും തോന്നുമ്പോൾ വെള്ളത്തിലിറങ്ങിയും ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ ഒരു ജീവിതം. കാട്ടിൽ ഇവരെല്ലാം സഹവർത്തിത്വത്തോടെ കഴിയുന്നു. കുളത്തിൽ നിന്നും ഒന്ന് വെയിൽ കായാൻ കയറിയതാണ് ഈ ഹിപ്പോ. ഒരു കുഞ്ഞുമുണ്ട് കൂടെ. ഹിപ്പോ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ വലിയൊരു പന്നിയാണെന്ന് തോന്നും. വേറൊരു ഭാഗത്ത് നൂറുകണക്കിന് സീബ്രകൾ. നഗരങ്ങളിൽ നിന്നും എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് എത്ര കണ്ടാലും ക്യാമറയിൽ പകർത്തിയാലും മതിവരാത്ത ദൃശ്യങ്ങളാണിത്. ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയേറെ വന്യജീവികളെ ഒരുമിച്ച് കാണാനാവുന്നു എന്നതാണ് ഗൊറൻഗൊറോ ക്രേറ്ററിന്റെ സവിശേഷത. അതുതന്നെയാണ് ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഘടകവും. ഗൊറൻഗൊറോ ക്രേറ്ററിലേക്ക് ഇറങ്ങിയെത്തുന്ന ഓരോരുത്തർക്കും മുന്നിൽ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് തുറക്കുന്നത്. ഇത്തരം സ്ഥലങ്ങൾ ലോകത്തുള്ളപ്പോഴാണ് തേക്കടിയിൽ ടൂറിസ്റ്റുകൾ ഒരു കാട്ടുപോത്തിനെ കാണാൻ ഒരു ദിവസം മുഴുവൻ ബോട്ട് യാത്ര നടത്തുന്നതെന്ന് നാം അറിയണം. നിരന്നുകിടക്കുന്ന സഫാരി വാഹനങ്ങൾ. ഹിപ്പോ പൂളിലെയും പരിസരത്തെയും കാഴ്ച കണ്ട് മടുത്തവർ ഇവിടെ നിന്നും യാത്ര തുടരുന്നു. പുതുതായി വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പൂളിന്റെ കരയിൽ എപ്പോഴും 20ഓളം വാഹനങ്ങളുണ്ടാവും. ഞാൻ വീണ്ടും ഹിപ്പോകൾ ശയിക്കുന്ന കുളത്തിന്റെ കാഴ്ചയിലേക്ക് ക്യാമറ തിരിച്ചു. കുളത്തിൽ മാത്രമല്ല, അതിന്റെ പാർശ്വങ്ങളിലും അതിനപ്പുറവുമെല്ലാം ധാരാളം പക്ഷിമൃഗാദികളുണ്ട്. ഇത് യെല്ലോ ബിൽഡ് സ്റ്റോർക്കുകളാണ്. നീളൻ കാലുകളിൽ ഉയർന്നു നിന്ന് നീളൻ കൊക്കുകൊണ്ട് വെള്ളത്തിൽ പരതി ജലജീവികളെ അകത്താക്കുകയാണവർ. പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം നേടിയിട്ടുള്ള പക്ഷിയാണ് യെല്ലോ ബിൽഡ് സ്റ്റോർക്ക്. ചതുപ്പ് പ്രദേശങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. കുളത്തിനപ്പുറം ഒരു ഭാഗത്ത് സീബ്രകളുടെ ഒരു കൂട്ടം. സീബ്രകൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് അപൂർവ കാഴ്ചയാണ്. സാധാരണയായി വിൽഡ് ബീസ്റ്റിന്റെ കൂട്ടത്തിൽ ഇടകലർന്നാണ് ഇവർ നിൽക്കാറുള്ളത്. ഒരു ഭാഗത്തുകൂടി ഇതാ ഹിപ്പോകൾ വരുന്നു. പുല്ല് തിന്ന് ജീവിക്കുന്നവരാണ് ഹിപ്പോകൾ. ദിവസത്തിൽ 4-5 മണിക്കൂർ മാത്രമേ ഭക്ഷണം അകത്താക്കാനായി ഇവർ കരയിലേക്ക് കയറാറുള്ളൂ. ആ സമയം കൊണ്ട് 60 മുതൽ 80 കിലോഗ്രാം വരെ പുല്ല് തിന്നുകയും ചെയ്യും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ ഹിപ്പോയ്ക്ക് 1500 കിലോ വരെയായിരിക്കും ഭാരം. ഒരു വേള ഈ കാഴ്ച കാണുമ്പോൾ ഇത് യാഥാർത്ഥ്യം തന്നെയോ എന്ന് തോന്നിപ്പോകുന്നു. ഹിപ്പോ, സീബ്ര, വിൽഡ് ബീസ്റ്റ് ഇതെല്ലാം തൊട്ടുമുന്നിൽ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. മൃഗശാലയിൽ കാണുന്നത് പോലെയല്ല. ഇവരുടെ സ്വന്തം ലോകത്തേക്ക് സന്ദർശകരായി മനുഷ്യരെത്തിയിരിക്കുകയാണ്. ഹിപ്പോകൾ പകൽ സമയത്ത് വളരെ അപൂർവമായി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാറുള്ളൂ.
കടുത്ത ചൂട് തന്നെയാണ് പ്രശ്നം. വെയിലേൽക്കുന്നത് ഹിപ്പോകൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കും. ഇവയുടെ തൊലിയുടെ പ്രത്യേകത കൊണ്ടാണത്. അതുകൊണ്ട് തന്നെ രാത്രി സമയത്താണ് ഹിപ്പോകൾ പ്രധാനമായും പുല്ല് തിന്നാനിറങ്ങുക. രാത്രിയിൽ ആഹാരം തേടി 10 കിലോമീറ്റർ വരെ ഇവർ സഞ്ചരിക്കും. പുലർകാലമാവുന്നതിന് മുൻപ് തന്നെ പൂളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. പകൽ സമയത്ത് അധിക നേരം വെയിലേറ്റാൽ ഹിപ്പോയുടെ ശരീരത്തിൽ നിന്നും ചുവപ്പ് നിറമുള്ള ഒരുതരം ദ്രാവകം ഒലിച്ചിറങ്ങാൻ തുടങ്ങും. ഈ ദ്രാവകം സൂര്യപ്രകാശത്തിന്റെ ശക്തി ശരീരത്തിലേൽക്കുന്നതിന്റെ തോത് കുറയ്ക്കുന്നതാണ്. പക്ഷേ ഹിപ്പോകൾ രക്തം വിയർക്കുന്നവരാണെന്നാണ് ഇപ്പോഴും ആഫ്രിക്കയിലെ പല ഗോത്രക്കാരും കരുതുന്നത്. ദിവസത്തിൽ ചുരുങ്ങിയത് 16 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണിവർ. ആഴമുള്ള ജലാശയമാണെങ്കിൽ ഒരു മുങ്ങിക്കപ്പൽ എന്നോണം താഴ്ന്നു പോകാനും ജലാശയത്തിന്റെ അടിത്തട്ടിലൂടെ നടക്കാനും ഇവർക്ക് കഴിയും. കൊഴുകൊഴുത്തു കിടക്കുകയാണ് ഹിപ്പോ പൂളിലെ ജലം. ചെളിയും നിരവധി ഹിപ്പോകളുടെ വിസർജ്യവുമെല്ലാം കൂടിക്കലർന്ന് കുഴമ്പ് രൂപത്തിലായിരിക്കുന്നു അത്. ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് ഹിപ്പോകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. നീളമുള്ള ഒരു തോടുപോലെ കിടക്കുകയാണ് ഹിപ്പോ പൂൾ. ഇത്തരത്തിൽ നിരവധി ചെറിയ കുളങ്ങൾ ഗൊറൊങ്കൊറോ ക്രേറ്ററിലുണ്ട്. അതിൽ പലതിലും ഹിപ്പോകൾ വസിക്കുന്നുമുണ്ട്. 5 മിനിറ്റ് വരെ ശ്വാസമെടുക്കാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള കഴിവുള്ളവരാണ് ഹിപ്പോകൾ. കരയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും അപകട ഭീഷണി ഉണ്ടായാൽ ഇവ അതിവേഗം ഓടി വെള്ളത്തിലിറങ്ങുകയാണ് പതിവ്. ശരിക്കും ഭക്ഷണമകത്താക്കാൻ വേണ്ടി മാത്രം കരയിൽ കയറുന്ന ജീവിയാണ് ഹിപ്പോ. ഇവ പിറന്നു വീഴുന്നത് തന്നെ വെള്ളത്തിലാണ്. കരയിൽ വെച്ച് ഹിപ്പോകൾ പ്രസവിക്കുന്ന പതിവില്ല. ഹിപ്പോ കുഞ്ഞ് പിറന്നു വീഴുന്ന സമയത്ത് 25 മുതൽ 50 കിലോ വരെ ഭാരമുണ്ടാകും. വെള്ളത്തിൽ ജനിക്കുന്ന കുഞ്ഞ് സ്വയം നീന്തി ജലോപരിതലത്തിലെത്തി ആദ്യ ശ്വാസം എടുക്കുന്നതാണ് പതിവ്. സ്വതന്ത്രമായ ജീവിതം നയിക്കാൻ പ്രാപ്തിയാവുന്നതുവരെ കരയിലായാലും വെള്ളത്തിലായാലും ഹിപ്പോ കുഞ്ഞുങ്ങൾ അമ്മയുടെ പിന്നാലെ സഞ്ചരിക്കുന്നതാണ് പതിവ്. വലിയ ആക്രമണകാരികളാണിവർ. നദിയിലൂടെ നീങ്ങുന്ന ബോട്ടുകളും തോണികളും തക്കം പാർത്തിരുന്ന് മറിച്ചിട്ട് അതിലെ ആളുകളെ കൊലപ്പെടുത്താറുണ്ട് ഇവർ. വലിയ വായും അതിലെ കൂർത്ത പല്ലുകളും ഉപയോഗിച്ചാണ് ഇവ മനുഷ്യരെ നേരിട്ട് ആക്രമിക്കുക. ഹിപ്പോകളുടെ ആക്രമണത്തിൽ ആഫ്രിക്കയിൽ പ്രതിവർഷം 300 പേരെങ്കിലും മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഗൊറൊങ്കൊറോ ക്രേറ്ററിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഹിപ്പോ പൂൾ പരിസരം. ഹിപ്പോകളെ മാത്രമല്ല ഇവിടെ കാണാനാവുന്നത് എന്നതാണ് അതിനൊരു കാരണം. ഹിപ്പോ പൂളിനടുത്തു നിന്നും എനിക്ക് യാത്ര തുടരാനുള്ള നേരമായി. ഇനിയും ഏറെ കാഴ്ചകൾ ഈ ഗൊറൊങ്കൊറോ ക്രേറ്ററിൽ നിന്നും ക്യാമറയിലാക്കാനുണ്ട്. പുൽമേടിന് നടുവിലൂടെ മൺപാത ഒരുക്കിയിട്ടിരിക്കുന്നു. ഓരോ തവണയും മഴക്കാലം കഴിഞ്ഞ് ക്രേറ്ററിന്റെ പ്രധാന ഭാഗത്തെ വെള്ളം വറ്റിത്തീരുമ്പോഴാണ് സഫാരി വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി ഇങ്ങനെ മൺപാത ഒരുക്കുന്നത്. നേരം ഉച്ചയോടടുക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും 100ഓളം സഫാരി വാഹനങ്ങൾ ക്രേറ്ററിൽ എത്തിക്കഴിഞ്ഞു. സെറംഗെറ്റി നാഷണൽ പാർക്ക് ഇതിലും വിപുലമായൊരു പ്രദേശമാണ്. ഏറെ നേരം യാത്ര ചെയ്യാനുണ്ട് ആ നാഷണൽ പാർക്കിൽ. സന്ദർശകരുടെ എണ്ണത്തിൽ സെറംഗെറ്റിയോളം എത്തില്ല ഗൊറൊങ്കൊറോ കൺസർവേഷൻ ഏരിയ. എങ്കിലും ചെറിയൊരു പ്രദേശത്ത് ഏറ്റവും അധികം ജീവിവൈവിധ്യം കാണാമെന്നതാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിനെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഒരു കാലത്ത് ഈ ഗൊറൊങ്കൊറോ ക്രേറ്റർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എന്നതാണ് കൗതുകകരമായ ഒരറിവ്. അഡോൾഫ് എന്നും ഫ്രെഡറിക് എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക കമ്പനിയിൽ നിന്നും ഈ പ്രദേശത്തിന്റെ അവകാശം സ്വന്തമാക്കി. ക്രേറ്റർ കൃഷിഭൂമിയാക്കി മാറ്റുകയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും അത് നടപ്പായില്ല. പക്ഷേ ജർമ്മൻ സഹോദരങ്ങളുടെ മൃഗയാ വിനോദ കേന്ദ്രമായി ഇവിടം മാറി. തങ്ങളുടെ സുഹൃത്തുക്കളായ ജർമ്മൻ ഉദ്യോഗസ്ഥരുമായി ദിവസേനയെന്നോണം അവരിവിടെ നായാട്ടിനെത്തിയിരുന്നു. യാത്രയ്ക്കിടെ ഒരു പക്ഷിയെ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. കോറി ബസ്റ്റാർഡ് എന്നറിയപ്പെടുന്ന പക്ഷിയാണിത്. ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ചെറിയ പക്ഷിയാണെന്ന് തോന്നും. 1.5 മീറ്റർ ഉയരമുണ്ട് കോറി ബസ്റ്റാർഡിന്. ആഫ്രിക്കയിലുള്ളതിൽ വെച്ച് പറക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പക്ഷിയാണ് കോറി ബസ്റ്റാർഡ്. ഒരു ഒട്ടകപ്പക്ഷിയുടെ വലിപ്പമുണ്ട് അതിന്.
അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ വഴിയരികിൽ കുറെ സഫാരി വാഹനങ്ങൾ നിരന്നു കിടക്കുന്നത് കാണാം. എന്തോ ഒരു കാഴ്ചയുണ്ട്. ഒറ്റനോട്ടത്തിൽ എനിക്കൊന്നും കണ്ടെത്താനായില്ല. ഡ്രൈവർ റെമിയും പ്രത്യേകമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ആ വാഹനങ്ങളെ മറികടന്ന് ഞങ്ങൾ മുന്നോട്ടു പോവുകയാണ്. വാഹനങ്ങളിലുള്ളവർ ബൈനോക്കുലറിലൂടെയും മറ്റുമാണ് നോക്കുന്നത്. ഗൊറൊങ്കൊറോ ക്രേറ്ററിൽ സുലഭമായി കാണാനാവാത്ത ഒരു വന്യജീവി കണ്ടാമൃഗമാണ്. സവിശേഷതയാർന്ന ബ്ലാക്ക് റൈനോ. അതിനെയാണോ ഈ വാഹനങ്ങളിലുള്ളവർ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് സംശയമായി. ഏതായാലും ഞങ്ങളും വഴിയരികിൽ വണ്ടി ഒതുക്കി നിർത്തി. അതുതന്നെയാണ് കാര്യം. അങ്ങകലെ ഒരു ബ്ലാക്ക് റൈനോ നിൽപ്പുണ്ട്. എണ്ണത്തിൽ വളരെ കുറവാണ് ബ്ലാക്ക് റൈനോ. അതിനാൽ അവയെ കണ്ടെത്തുക എന്നത് ടൂറിസ്റ്റുകൾക്ക് കൗതുകവുമാണ്. എല്ലാവരും ബൈനോക്കുലറിലൂടെ റൈനോയെ കാണുകയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി കാണാനാവാത്ത അകലത്തിലാണ് റൈനോ നിൽക്കുന്നത്. അതിനടുത്തേക്ക് വാഹനങ്ങൾക്ക് പോകാവുന്ന പാതകളുമില്ല. ആളുകളെല്ലാം ബൈനോക്കുലറുമായാണ് യാത്ര ചെയ്യുന്നത്. ഇത്തരം പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ സായിപ്പ് അതിനുള്ള എല്ലാ സന്നാഹവും കരുതിയിരിക്കും. 1-2 ആഴ്ചകൾ തന്നെ പല വന്യജീവി സങ്കേതങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നവരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ വീണ്ടും മറ്റൊരിടത്ത് കുറെ വാഹനങ്ങൾ നിൽക്കുന്നത് കാണാം. ഇവിടെയുമുണ്ടാവാം സവിശേഷമായ എന്തെങ്കിലും കാഴ്ച. ഞങ്ങളും വണ്ടി ഒതുക്കി കാത്തുനിന്നു. ആദ്യമൊന്നും കണ്ടില്ലെങ്കിലും സൂക്ഷിച്ചു നോക്കിയപ്പോൾ മരക്കൂട്ടത്തിനിടയിൽ ഒരു വിദ്വാനെ കാണാം. മരത്തണലിൽ സുഖനിദ്രയിലാണവൻ. കാലുകളൊക്കെ ഉയർത്തിപ്പിടിച്ചു കിടന്നുകൊണ്ടുള്ള ഗാഠനിദ്ര. ഒരു സിംഹമാണത്. ആൺസിംഹങ്ങളുടെ ഉറക്കം ഇങ്ങനെയാണ്. ഏതായാലും സഞ്ചാരികൾക്കെല്ലാം അത് നല്ലൊരു കാഴ്ചയായി. അവർ ഫോട്ടോ എടുത്തു കൂട്ടുകയാണ്. നല്ലൊരു ശാപ്പാടിനു ശേഷമായിരിക്കണം സിംഹത്താൻ ആരുടെയും ശല്യമില്ലാതെ സുഖകരമായ ഉറക്കത്തിലാണ്. കാറ്റുമേറ്റു കിടന്നുള്ള ഉറക്കം. അങ്ങനെ നിൽക്കെ അതാ അകലെ നിന്നും അവന്റെ കാമുകി വരുന്നു. ഉണങ്ങിയ പുല്ലിനിടയിലൂടെ കുറെ അകലെ നിന്നാണ് വരവ്. റെമിയാണ് അവളെ കണ്ടെത്തി എനിക്ക് കാണിച്ചു തന്നത്. ഉറങ്ങുന്ന കണവിന്റെ അരികിലേക്കുള്ള വരവാണ്. ഇര പിടിക്കാനോ വെള്ളം കുടിക്കാനോ പോയ ശേഷമുള്ള മടക്കമാവാം. നിരന്നുകിടക്കുന്ന വാഹനങ്ങൾ കണ്ടതിലുള്ള ചെറിയൊരു നീരസം അവളുടെ മുഖത്തുണ്ട്. സിംഹങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിനകത്തെ ആവാസ വ്യവസ്ഥ. ഇവിടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഇവർക്കും വലിയ പങ്കുണ്ട്. സിംഹങ്ങളില്ലെങ്കിൽ വിൽഡ് ബീസ്റ്റും ഇമ്പാലയുമെല്ലാം ഇവിടെ പെറ്റുപെരുകിയേനെ. ഒരു പരിധിക്കപ്പുറം അത്തരം മൃഗങ്ങൾ പെരുകുമ്പോൾ പുല്ലുൾപ്പെടെയുള്ള ഭക്ഷണത്തിന് ദൗർലഭ്യമുണ്ടാകും. സിംഹക്കാഴ്ചയിലേക്കെത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവർമാർ വയർലെസ് സെറ്റിലൂടെ വിവരം കൈമാറുന്നത് കൊണ്ടാണ് കൂടുതൽ വാഹനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികളുടെ ബഹളത്തിനിടയിലൂടെയായി സിംഹിയുടെ യാത്ര. റോഡ് ക്രോസ് ചെയ്ത് കാമുകനടുത്തേക്ക് പോകാനാവാത്ത വിധം വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു. ടൂറിസ്റ്റുകളോടുള്ള പ്രതിഷേധം കണക്കെ സിംഹി വഴിയുടെ നടുവിൽ കുത്തിയിരിപ്പായി. വഴിമുടക്കി വാഹനങ്ങളിട്ടാൽ ഞാനെങ്ങനെ കടന്നുപോകും എന്നൊരു മട്ട്. സഞ്ചാരികൾക്കെല്ലാം അതൊരു കൗതുകമായി. മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഇത്തരം രസകരമായ ചില പെരുമാറ്റങ്ങളും നേരിട്ടറിയാം. എല്ലാ വാഹനങ്ങളിലുമുള്ള ആളുകൾ അവളുടെ ഫോട്ടോകൾ ആവശ്യത്തിന് എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ക്ലോസപ്പിൽ ഫോട്ടോ എടുക്കാൻ പാകത്തിൽ സിംഹി കുറേ നേരം പോസ്റ്റ് ചെയ്തു. ഏതായാലും സഞ്ചാരികൾക്കെല്ലാം അത് നല്ലൊരു കാഴ്ചയായി. പിന്നെ അവിടെ നിന്നും എണീറ്റു. അവൾ മറ്റൊരു വാഹനത്തിന്റെ മറവിലേക്ക് പോയപ്പോൾ റെമി ഞങ്ങളുടെ വണ്ടി കുറച്ചുകൂടി മുന്നോട്ടെടുത്തു. മറ്റു വാഹനങ്ങളിലുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിൽ സ്ഥലമൊന്ന് മാറ്റിയതാണവൾ. എല്ലാവരും ആവേശത്തിലായി.
പുതിയ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടു കഴിഞ്ഞവർ യാത്ര തുടരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം കൗതുകമായിരിക്കുന്നു കാഴ്ച. സിംഹിയാകട്ടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഇതെല്ലാം ആസ്വദിക്കുകയാണെന്ന് തോന്നി. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് നാച്ചുറലായി ഒരു വനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. മൃഗശാലയിലോ സർക്കസ് കൂടാരത്തിനകത്തോ അല്ല. ഇത്തരമൊരു വന്യമൃഗ കേന്ദ്രത്തിൽ വന്നാൽ ഒരു സിംഹത്തിന്റെ ഫോട്ടോ എടുക്കുക എന്നത് വിശേഷപ്പെട്ട കാര്യം തന്നെയാണല്ലോ. കാട്ടുപോത്തിന്റെയും മാനിന്റെയും എല്ലാം ഫോട്ടോകൾ എടുത്താലും സിംഹത്തിന്റെ കൂടി ചിത്രം കിട്ടിയാലേ യാത്ര സാർത്ഥകമാകൂ എന്നാണ് ഓരോ യാത്രികന്റെയും ചിന്ത. അതുകൊണ്ട് തന്നെ ഈ സിംഹത്തെ ക്യാമറയിലാക്കാനായതിൽ എല്ലാവരും ആഹ്ലാദത്തിലാണ്. ഞാനും സിംഹിയെ ക്ലോസപ്പിലൊന്ന് പകർത്തിവെച്ചു. മസായി സിംഹമാണിത്. നീളമുള്ള കാലുകളും മറ്റു സിംഹങ്ങളെ അപേക്ഷിച്ച് വളവില്ലാത്ത മുതുകുമാണ് മസായി സിംഹങ്ങളുടെ പ്രത്യേകത. സാധാരണ സിംഹങ്ങൾക്കില്ലാത്ത ഒരു കഴിവ് കൂടി ഇവർക്കുണ്ട്. വലിയ വൃക്ഷങ്ങളിൽ പോലും അനായാസം കയറാൻ സാധിക്കുമെന്നതാണ് അത്. ഓരോ വാഹനത്തിലുമുള്ളവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യാർത്ഥമാണോ തന്റെ കാമുകന്റെ അരികിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തിയതിലുള്ള പ്രതിഷേധം കൊണ്ടാണോ എന്നറിയില്ല, സിംഹി മാറി മാറി പലയിടത്തും കിടന്നു. ഒടുവിൽ അവൾ ഇണയുടെ അരികിലേക്ക് പോകാതെ മടങ്ങുകയാണ്. വന്ന വഴിയെ തന്നെ പുൽമേടുകൾ കയറിപ്പോകുന്നു. ഉണങ്ങിയ പുൽമേട്ടിലൂടെ അതേ പുല്ലിന്റെ നിറവുമായി നടന്നകലുന്ന പെൺസിംഹം. കുറെ ദൂരം ചെന്ന ശേഷം അവളൊന്ന് തിരിഞ്ഞു നിന്നു. അവസാനത്തെ 2 ഷോട്ടുകൾ എടുക്കേണ്ടവർക്ക് അതിനുള്ള അവസരം നൽകുന്ന മട്ടിൽ. പിന്നെ വീണ്ടും നടപ്പായി. 60-ൽ താഴെ സിംഹങ്ങൾ മാത്രമേ ഗൊറൻഗൊറോ ക്രേറ്ററിലുള്ളൂ. സിംഹി പുൽക്കൂട്ടത്തിൽ മറഞ്ഞതോടെ ഞങ്ങളും യാത്ര തുടർന്നു. ആൺസിംഹങ്ങൾ വലിയൊരു പ്രദേശം തങ്ങളുടെ അധീന മേഖലയാക്കി വയ്ക്കുന്നവരാണ്. ഒരു കാലത്ത് സിംഹങ്ങളും വലിയ തോതിൽ വേട്ടയാടപ്പെട്ടിരുന്നു ഗൊറൻഗൊറോ ക്രേറ്ററിൽ. യാത്ര തുടരവേ ഒരു പക്ഷിയെ കണ്ടുമുട്ടുന്നു. ഒട്ടകപ്പക്ഷിയാണ്. പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള ഒട്ടകപ്പക്ഷിക്ക് ഇത്രയും തൂവലുണ്ടായിരുന്നില്ല. ഫാമുകളിലും മൃഗശാലകളിലുമെല്ലാമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് ഇത്ര സൗന്ദര്യവും ഉണ്ടാകില്ല. ശരിക്കും വനത്തിലെ ഒരു ഒട്ടകപ്പക്ഷിക്ക് ഇത്രയും തൂവലുണ്ടാവുമെന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. തൂവൽ കൊഴിഞ്ഞ മാംസളമായ ശരീരവുമായി അവ നടന്നു നീങ്ങുന്നതാണ് കണ്ടിരുന്നത്. ഇവിടെയാകട്ടെ ഒട്ടകപ്പക്ഷിയുടെ നീളൻ കഴുത്തൊഴികെയുള്ള ഭാഗങ്ങളെല്ലാം തൂവലിനാൽ മൂടിയിരിക്കുന്നു. ഇത് പെൺപക്ഷിയാണ്. ആണുങ്ങൾക്ക് കറുത്ത തൂവലായിരിക്കും. ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷിയാണിത്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയും ഒട്ടകപ്പക്ഷി തന്നെ. ധാന്യങ്ങളും പുല്ലും പഴങ്ങളും പൂവുമെല്ലാം ഇവർക്ക് ആഹാരമാണ്. ദിവസങ്ങളോളം വെള്ളം ലഭിച്ചില്ലെങ്കിലും ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രശ്നവുമില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. സവിശേഷമായ കുടുംബജീവിതം പുലർത്തുന്നവരാണ് ഒട്ടകപ്പക്ഷികൾ. ഒരു ആൺ ഒട്ടകപ്പക്ഷിക്ക് 2 മുതൽ 7 വരെ പിടകളുണ്ടാവും. പക്ഷേ അവൻ അത്രയും പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കുകയില്ല. അതിൽ നിന്നും ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്ത് അവളോടൊപ്പമായിരിക്കും വസിക്കുന്നത്. ഈ പെണ്ണിനെ മേജർ ഫീമെയിൽ എന്നാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. ഒട്ടകപ്പക്ഷിയുടെ സമീപത്തുനിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. നേരം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് സമയമായി. പാക്ക് ചെയ്ത ഭക്ഷണം ഞങ്ങളുടെ വാഹനത്തിലുണ്ട് താനും. അങ്ങനെ പോകവേ അതാ കറുത്ത ഒട്ടകപ്പക്ഷി കാഴ്ചയിലേക്കെത്തുന്നു. ഇതാണ് ഒട്ടകപ്പക്ഷികളിലെ പുരുഷൻ. പെൺ ഒട്ടകപ്പക്ഷിയുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തെവിടെയെങ്കിലും ആണുമുണ്ടാവുമെന്ന് റമി സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരുഭാഗത്തേക്കും നോക്കി വരുമ്പോഴാണ് ഇവനെ കാണുന്നത്. തൂവലിനു വേണ്ടി മാത്രം ഫാമുകളിൽ ഒട്ടകപ്പക്ഷിയെ വളർത്താറുണ്ട്. അലങ്കാര വസ്തുക്കൾ മുതൽ ഫാഷൻ പരേഡിൽ അണിയുന്ന ഷോളുകൾക്കും ബ്രസീലിയൻ സാമ്പാ നർത്തകരുടെ കിരീടത്തിനും വരെ ഒട്ടകപ്പക്ഷി തൂവൽ ഉപയോഗിച്ചു വരുന്നു. ഉണങ്ങിയ പുല്ലിന്റെ അരികളാണ് ഇവൻ അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടകപ്പക്ഷികളുടെ ഇഷ്ടഭക്ഷണവും അതുതന്നെയാണ്. കാലുകളാണ് ഇവരുടെ പ്രധാന ആയുധം. ഒറ്റത്തൊഴിക്ക് ഒരു മനുഷ്യനെയോ സിംഹത്തെയോ കൊന്നുകളയാൻ ഒട്ടകപ്പക്ഷിക്കാവും.
ഒരു പിക്നിക് പോയിന്റിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അവിടെ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. മുന്നിൽ കുറെ വാഹനങ്ങൾ പോകുന്നുണ്ട്. വലിയൊരു തടാകത്തിന്റെ തീരത്താണ് ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പിക്നിക് പോയിന്റ്. ക്രേറ്ററിന്റെ നിരന്ന സമതലത്തിലൂടെ നീണ്ടുകിടക്കുന്ന പാത. വിശക്കുന്നുണ്ടെന്ന് റെമി പറയുന്നുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചേക്കാമെന്ന് ഞാനും പറഞ്ഞു. ക്രേറ്ററിന്റെ മറ്റൊരു ഭാഗത്ത് ധാരാളം വൃക്ഷങ്ങളെല്ലാമുള്ള പ്രദേശത്താണ് തടാകം. ആ പ്രദേശത്തിന്റെ കാഴ്ച തന്നെ ഒരു അനുഭവമായിരിക്കും. വാഹനം അവിടെ എത്തുന്നതും കാത്ത് ഞാനിരുന്നു.